ഹലോ, വെൽക്കം ടു ഈസി ഇംഗ്ലീഷ് വിത്ത് വിനി. അപ്പോൾ ഇന്ന് നമ്മൾ കോമൺ ആയിട്ട് വരുത്തുന്ന 15 ഗ്രാമർ മിസ്റ്റേക്സ് ആണ് നോക്കാൻ പോണത്. നമുക്ക് പൊതുവേ ഗ്രാമർ പഠിച്ചാലും ചില സമയത്ത് ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചില മിസ്റ്റേക്സ് നമ്മൾ അറിയാതെ വരുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ മിസ്റ്റേക്സ് എങ്ങനെ തിരിച്ചറിയുന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ സംസാരിക്കുമ്പോൾ മിസ്റ്റേക്സ് വരും. ആ ഈ മിസ്റ്റേക്സിൽ ഏതെങ്കിലും ആണെങ്കിൽ അപ്പം തന്നെ കറക്റ്റ് ചെയ്യാം. നമുക്ക് മിസ്റ്റേക്സ് പറ്റിക്കഴിഞ്ഞാലും ശരി, അത് കറക്റ്റ് ചെയ്യണമല്ലോ എന്ന് വെച്ച് സെൽഫ് കറക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഏറ്റവും കോമൺ ആയി വരുന്ന മിസ്റ്റേക്കാണ് തേർഡ് പേഴ്സണിൽ എസ് മറക്കുന്നത്. എന്ന് വെച്ചാൽ തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും അല്ലാണ്ട് വേറെ ഒരാളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഹീ, ഷീ, ഇറ്റ്, അത് നമ്മൾ സബ്ജക്റ്റായി വരുമ്പോൾ നമ്മൾ വേർബ് എസ് ഫോമിൽ വേണം യൂസ് ചെയ്യാൻ. അത് എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യണ്ട. നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ യൂസ് ചെയ്യണ്ട, അല്ലേ? ഡസ് വരുമ്പോൾ യൂസ് ചെയ്യണ്ട. അങ്ങനെ അല്ല എന്ന് പറയുമ്പം ഡസിൻ്റ് യൂസ് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യണ്ട. പക്ഷേ ഇങ്ങനെയാണ് എന്ന് പറയുന്ന സംഭവങ്ങൾക്ക് നമ്മൾ വേർബിനെ മാറ്റണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അവൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്. എങ്ങനെ പറയും? ഷീ ഗോ ടു സ്കൂൾ എവറി ഡേ അല്ല, ഷീ ഗോസ് ടു സ്കൂൾ എവറി ഡേ. അപ്പം ഷീ വന്നപ്പം, അല്ലേ, ഹീ, ഷീ, ഇറ്റ്, അതിലേതെങ്കിലും ഒന്ന് സബ്ജക്റ്റായി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരാളുടെ പേര് രാധ ഗോസ് ടു സ്കൂൾ എവറി ഡേ. അത് മറക്കരുത് കേട്ടോ. അത് പലപ്പോഴും തെറ്റിപ്പോവും, പറയുമ്പോൾ അറിയാണ്ട് തെറ്റിപ്പോവും. പക്ഷെ പറഞ്ഞ ഉടനെ തെറ്റിയിട്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക, സെൽഫ് കറക്റ്റ് ചെയ്യുക കേട്ടോ. ഷീ ഗോസ് ടു സ്കൂൾ എവറി ഡേ, ഷീ ഈറ്റ്സ് ലഞ്ച് അറ്റ് സ്കൂൾ. ഓക്കെ, ഇതാണ് ഏറ്റവും കൂടുതലായി വരുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക്. ഇനി ഇതിൻ്റെ കൂടെ ഡസ് വരികയാണെങ്കിലോ, ചോദ്യം ചോദിക്കുകയാണെങ്കിലോ, ഡസ് ഷീ ഗോ ടു സ്കൂൾ എവറി ഡേ. ഡസ് വരുമ്പോൾ അവിടെ ഗോസ് വേണ്ട, ഗോ മതി. അല്ലെങ്കിൽ അവൾ സ്കൂളിൽ പോകാറില്ല, ഷീ ഡസിൻറ്റ് ഗോ ടു സ്കൂൾ, അവിടെ ഗോസ് വേണ്ട. അത് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത വളരെ കോമൺ ആയിട്ട് വരുന്ന അടുത്ത മിസ്റ്റേക്കാണ് ഡിഡ് യൂസ് ചെയ്യുമ്പോൾ വേർബ് തെറ്റിപ്പോണത്. വളരെ കോമണാണ് ഞാൻ കേൾക്കുന്ന. ഡിഡ് ഷീ വെൻറ്റ് ടു ദ പാർട്ടി എന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമില്ലല്ലോ എന്ന് വിചാരിക്കും. കാരണം പാസ്റ്റ് ടെൻസ് അല്ലേ, അപ്പോൾ വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് വെൻറ്റ് യൂസ് ചെയ്യണ്ടേ. ഗോയുടെ പാസ്റ്റ് ടെൻസ് വെൻറ്റ് അല്ലേ എന്ന് വിചാരിക്കും. ഗോയുടെ പാസ്റ്റ് ടെൻസ് വെൻറ്റ് ആണ്. പക്ഷേ ഈ സെൻറ്റൻസിൽ ഡിഡ് അവിടെ വന്നത് കണ്ടോ? ഡിഡ് വരുമ്പോൾ ആ വേർബിനെ എഗെയിൻ മാറ്റണ്ട. ഡസ് വരുമ്പോൾ മാറ്റണ്ട എന്ന് പറഞ്ഞില്ലേ നേരത്തെ, അതേമാതിരി തന്നെ ഡിഡ് വരുമ്പോൾ വേർബ് മാറ്റണ്ട. അപ്പോൾ എങ്ങനെയത് ശരിയാക്കുക? ഡിഡ് ഷീ ഗോ ടു ദ പാർട്ടി, അല്ലേ? ഡിഡ് ഷീ ഈറ്റ് സുഷി അല്ലെങ്കിൽ പിസ്സ. ഡിഡ് കഴിഞ്ഞ ശേഷം വേർബ് എപ്പോഴും ബേസ് ഫോമിൽ വെക്കണം. അടുത്ത മിസ്റ്റേക്ക്, നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റും സിമ്പിൾ പാസ്റ്റും കൂടെ തെറ്റിപ്പോണതാണ്. ഐ ഹാവ് സീൻ ഹെർ യെസ്റ്റർഡേ അങ്ങനെ പറയാൻ പാടില്ല. എന്താ തെറ്റ് അവിടെ? ഞാൻ അവളെ ഇന്നലെ കണ്ടിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. പക്ഷേ ഇംഗ്ലീഷിൽ യെസ്റ്റർഡേ, ഇന്നലെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ സമയമാണ്. അപ്പം നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല. പകരം എന്താ യൂസ് ചെയ്യണ്ടേ? സിമ്പിൾ പാസ്റ്റ്. ഐ സോ ഹെർ യെസ്റ്റർഡേ. ഐ ഹാവ് സീൻ ഹെർ യെസ്റ്റർഡേ എന്ന് പറയാൻ പാടില്ല. എന്നാൽ ഐ ഹാവ് സീൻ ഹെർ അത് ശരിയാണ്. അവിടെ യെസ്റ്റർഡേ വന്നുകൊണ്ടാണ് തെറ്റിപ്പോയത്. ഐ ഹാവ് സീൻ ഹെർ. ഓക്കെ, അപ്പോൾ സമയം നമ്മൾ എടുത്തു പറയുക. ഇന്നലെ, കഴിഞ്ഞ ആഴ്ച, 2010 പറഞ്ഞ് കഴിഞ്ഞു പോയ സമയങ്ങൾ പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ പറയുക. അങ്ങനത്തെ സെൻറ്റൻസസിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റ് നമ്മൾ ലൈഫ് എക്സ്പീരിയൻസസിന് പറയും. ഇപ്പോൾ ഞാൻ അവളെ മുമ്പ് കണ്ടിട്ടുണ്ട്, ഐ ഹാവ് സീൻ ഹെർ ബിഫോർ. അപ്പോൾ ബിഫോർ കഴിഞ്ഞ സമയമാണോ? അല്ല, ബിഫോർ എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. അത് നമ്മൾ പാസ്റ്റ് ടൈമായി കൺസിഡർ ചെയ്യില്ല. ഇന്നലെ രാത്രി അല്ലെങ്കിൽ 10 വർഷം മുമ്പ് അങ്ങനെ പറയുന്ന സമയങ്ങളാണ് പാസ്റ്റ് ടൈം. അതിൻ്റെ കൂടെയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കേണ്ടത്, പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്. അടുത്ത മിസ്റ്റേക്ക്, ചോദ്യം ചോദിക്കുമ്പം ഓക്സിലറി വേർബ്സ് മിസ്സാവുന്നതാണ്. അവൾ വരുന്നുണ്ടോ? ഷീ കമ്മിങ് വളരെ കോമൺ ആയി കേൾക്കുന്നതല്ലേ. എന്താ അവിടുത്തെ വിട്ടുപോയത്? എസ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇസ് ഷീ, ഹാസ് ഷീ, ഡസ് ഷീ ഒക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്ന്. കാണാത്തവർ കാണുക. എൻ്റെ ചാനലിൽ മെയിൻ വീഡിയോസിൽ പോയാൽ കാണാൻ പറ്റുന്നത്. ഇസ് ഷീ കമ്മിങ് അങ്ങനെ പറയാം. ഷീ കമ്മിങ് എന്ന് ഒരിക്കലും ചോദിക്കരുത്. ഇസ് ഷീ കമ്മിങ്, ഇസ് ഷീ കേട്ടോ. അവിടെ ഇസ് വിട്ട് പോകരുത്. ഇതുപോലെ തന്നെ ചിലപ്പോൾ ഇസിന് പകരം ഡസ് വരും, ഡിഡ് വരും, ഹാസ് വരും. അത് ആ സന്ദർഭം അനുസരിച്ച് ഏത് ടെൻസാന്ന് നോക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. ഞാൻ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത വീഡിയോ നോക്കുക, അതിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത മിസ്റ്റേക്ക്, നമ്മുടെ വേർഡ് ഓർഡർ തെറ്റിപ്പോണതാണ്. ഈ സെൻറ്റൻസ് കണ്ടോ? വേർ യു ആർ ഗോയിങ്. എന്താ തെറ്റ്? നീ എവിടെയാ പോകുന്നേ? വേർ യു ആർ ഗോയിങ്. വേർഡ് ഓർഡർ തെറ്റിപ്പോ എവിടെ? വേർ ആർ യു ഗോയിങ് എന്നാ വരിക. ഓക്സിലറി വേർബ് വേർ കഴിഞ്ഞിട്ട് വരണം. വേർ ആർ യു ഗോയിങ്, അല്ലേ? വേർ ഈസ് ഷീ ഗോയിങ്, വേർ ഡിഡ് ഷീ ഗോ അങ്ങനെയാണ് വരിക. ഓക്കെ,
ചോദ്യം ചോദിക്കുമ്പം ക്വസ്റ്റ്യൻ വേർഡ് വാട്ട്, വെയർ, ഹൗ, വെൻ അങ്ങനത്തെ വേർഡ് കഴിഞ്ഞിട്ട് ഓക്സിലറി വേർബ് വേണം. ഇതെപ്പോഴും ഓക്സിലറി വേർബിൻ്റെ ആവശ്യം വരില്ല. ചില സെൻറ്റൻസുകളുണ്ട്, ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, സബ്ജക്റ്റ് ക്വസ്റ്റ്യൻസ്. അനു എയ്റ്റ് ദ സാൻഡ്വിച്ച്, ഹൂ എയ്റ്റ് ദ സാൻഡ്വിച്ച് അല്ലേ? അവിടെ ഹൂന് പകരം അനു ഇട്ട ഉത്തരായി. അവിടെ നമുക്ക് ഓക്സിലറി വേർബിൻ്റെ ആവശ്യമില്ല. സബ്ജക്റ്റ് ക്വസ്റ്റ്യൻസ്. ഒബ്ജക്റ്റ് ക്വസ്റ്റ്യൻസിൽ വേണം. വാട്ട് ഡിഡ് അനു ഈറ്റ്? ഓക്കെ, അതാണ് അതിൻ്റെ വ്യത്യാസം. അടുത്ത കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക്, നമ്മൾ ഈ കണ്ടിന്യൂസ് ടെൻസ് ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഉപയോഗിക്കണം. ചില സമയത്ത് നമ്മൾ പറയില്ലേ, എനിക്ക് ഉത്തരം അറിയാം എന്നുള്ള അർത്ഥത്തിൽ ഐ ആം നോയിങ് ദ ആൻസർ, ഐ ആം ബിലീവിങ് യു, ഞാൻ തന്നെ വിശ്വസിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ചില വേർബ്സിൽ നമ്മൾ കണ്ടിന്യൂസ് ഫോം ING ഫോം ഉപയോഗിക്കാൻ പാടില്ല. അതിനെ ചില വേർബ്സിന് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ഈറ്റ്, ഡ്രിങ്ക്, റൺ, ജമ്പ് ഇതിനൊക്കെ ഉപയോഗിക്കാം. നമ്മൾ പൊതുവേ ഈ ഫീലിങ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ നോ അല്ലെങ്കിൽ ബിലീവ് ഇങ്ങനത്തെ വേർബ്സ്, വോണ്ട് ഇതിനൊന്നും ഇങ്ങനത്തെ ഉപയോഗിക്കാൻ പാടില്ല. നീഡ് ഇതിനൊന്നും ING ഫോം വെച്ചിട്ട് പറയാം, കണ്ടിന്യൂസ് ഫോമിൽ ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ പറയണത് ING ഫോം ഉപയോഗിക്കാനേ പാടില്ല എന്നല്ല, സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ഇതിലൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ ഐ ആം നോയിങ് ദ ആൻസർ എന്ന് പറയില്ല, പകരം എന്താ പറയുക, സിമ്പിൾ പ്രസൻറ്റിൽ പറഞ്ഞാൽ മതി, ഐ നോ ദ ആൻസർ. ഓക്കെ, ഐ ബിലീവ് യു അങ്ങനെ പറഞ്ഞാൽ മതി. അടുത്ത മിസ്റ്റേക്ക് ആൻഡ് ദ, ഇത് യൂസ് ചെയ്യുന്ന കൺഫ്യൂഷനാണ്. ഇപ്പോൾ പ്രൊഫഷൻ പറയുമ്പം അയാളൊരു ഡോക്ടറാണെന്ന് എങ്ങനെ പറയും? ഹീ ഈസ് ഡോക്ടർ എന്ന് പറയരുത്, ഹീ ഈസ് എ ഡോക്ടർ. നിർബന്ധമാണ് അവിടെ, ഹീ ഈസ് എ ഡോക്ടർ. അപ്പോൾ എണ്ണാൻ പറ്റുന്ന അല്ലേ, ഒരു ഡോക്ടർ, 2 ഡോക്ടർ, 3 ഡോക്ടർ എന്ന് എണ്ണാൻ പറ്റുമെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കണം. എവിടെ ആൻ ഉപയോഗിക്കുക? ആ ഇ ഈ ഉ ഊ എ ഓ ആ സൗണ്ടുകളാണ് ആ വാക്കിനെങ്കിൽ അതിന് മുമ്പ്. ഇപ്പോൾ ഡോക്ടറിൻ്റെ സൗണ്ട് എങ്ങനെയാണ്? ഡ്, ഡോക്ടർ, ഡ് അല്ലേ? ഡ് സൗണ്ടിന് നമ്മൾ ഉപയോഗിക്കേണ്ട മതി. പക്ഷേ എൻജിനീയർ, എൻജിനീയർ പറയുമ്പോൾ എൻ എന്നല്ല വരുന്നത്, എൻജിനീയർ. അപ്പോൾ എന്നുള്ള സൗണ്ട് വന്നാൽ ആൻ ഉപയോഗിക്കണം. ഹീ ഈസ് ആൻ എൻജിനീയർ. അപ്പോൾ എപ്പോഴാണ് ദ യൂസ് ചെയ്യുക? നമ്മൾ ആരെക്കുറിച്ചാണ് പറയണേ എന്ന് നമുക്ക് അറിയെങ്കിൽ, നമ്മൾ ഡോക്ടർ ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ അത് അയാളാണ് എന്ന് പറയണമെങ്കിൽ ഹീ ഈസ് ദ ഡോക്ടർ. നമ്മൾ സംസാരിച്ച ഡോക്ടറല്ലേ, ഹീ ഈസ് ദ ഡോക്ടർ എന്ന് പറയാം. പക്ഷേ ഏതെങ്കിലും ഒരു ഡോക്ടർ, ഇയാളുടെ ഒരു ഡോക്ടറാണെന്ന് പറയണമെങ്കിൽ എ ഡോക്ടർ. ഓക്കെ, ഏതാണെന്ന് എടുത്തു പറയാം. ആ ഡോക്ടർ എന്നൊക്കെ പറയുന്നത് നമ്മൾ സംസാരിച്ച ആ ഡോക്ടർ, ഹീസ് ദ ഡോക്ടർ അങ്ങനെ പറയാം. ഓക്കെ, അടുത്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മോർ ബെറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മച്ച് മോർ ഈസിയർ എന്ന് പറയുന്നത് അതൊരു കോമൺ മിസ്റ്റേക്കാണ്. ഈ സെൻറ്റൻസ് ദിസ് ഈസ് മോർ ബെറ്റർ ശരിയാണോ? അല്ല. പിന്നെ എങ്ങനെയത് കറക്റ്റ് ചെയ്യുക? ദിസ് ഈസ് ബെറ്റർ, ഗുഡിൻ്റെ മോർ ചേർത്തിട്ടുള്ള ഫോമാണ് ബെറ്റർ, അതിന് വേറെ മോർ ഇടണ്ട. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് അങ്ങനെയാണ് വരിക. അപ്പം മോർ വേണ്ട, ദിസ് ഈസ് ബെറ്റർ, ദിസ് ഈസ് ബെറ്റർ. അത് പറഞ്ഞ് ശീലിക്കുക. 5 പ്രാവശ്യം പറഞ്ഞാൽ ആ മോർ പൊക്കോളും. അപ്പോൾ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അതുപോലെ ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ് അങ്ങനെ. അല്ലെങ്കിൽ ഈസി, ഈസിയർ, ഈസിയസ്റ്റ്. ദിസ് ഈസ് മോർ ഈസിയർ എന്ന് പറയണ്ട, ദിസ് ഈസ് ഈസിയർ. അടുത്ത മിസ്റ്റേക്ക്, നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഫ്യൂച്ചറിന് ഉപയോഗിക്കുന്നതാണ്. ഞാൻ നാളെ മാർക്കറ്റിൽ പോവും, ഐ ഗോ ടു ദ മാർക്കറ്റ് ടുമോറോ എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. എന്താ തെറ്റവിടെ? നാളെ മാർക്കറ്റിൽ പോകുന്നതെന്ന് പറയണമെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് യൂസ് ചെയ്യുക. ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ് ടുമോറോ, ഐ എം ഗോയിങ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു തീരുമാനമുണ്ട്, ഞാനിങ്ങനെ മാർക്കറ്റിൽ പോകുന്നതാണെങ്കിൽ ഐ വിൽ ഗോ ടു ദ മാർക്കറ്റ് ടുമോറോ, അതാണ് എൻ്റെ തീരുമാനം, അങ്ങനെ പറയാം. ഐ വിൽ, ഞാനത് ചെയ്യും, ഐ വിൽ ഗോ ടു ദ മാർക്കറ്റ് ടുമോറോ. അല്ലാണ്ട് ഐ ഗോ ടു ദ മാർക്കറ്റ് ടുമോറോ എന്ന് പറയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വിൽ അല്ലെങ്കിൽ ഗോയിങ് ടു, ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വിൽ ഗോ ടു ദ മാർക്കറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഐ എം ഈറ്റിംഗ് ലഞ്ച് വിത്ത് ഹിം അങ്ങനെ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയാം. ഓക്കെ, ഫ്യൂച്ചർ പറയാൻ വേണ്ടിയിട്ട് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കരുത്. അടുത്ത മിസ്റ്റേക്ക് ക്യാൻ ഏബിൾ ടു പറയുന്നതാണ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും, ഐ ക്യാൻ ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് വളരെയധികം ഞാൻ കേൾക്കാറുണ്ട്. എന്തായാലും മിസ്റ്റേക്ക്, ഒന്നില്ലെങ്കിൽ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഐ ആം ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കലർത്തരുത്, തെറ്റും. എങ്ങനെയാ? ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഐ ആം ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഒരെണ്ണം മതി കേട്ടോ, രണ്ടും കൂടെ മിക്സ് ചെയ്യണ്ട. അടുത്തത് പ്രപ്പോസിഷൻസാണ്. എനിക്ക് ഇംഗ്ലീഷിൽ ഞാൻ ഒരു പുലിയാണ് എന്ന് പറയാൻ ഐ ആം ഗുഡ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. അവിടെ എന്താ വലിയ പ്രപ്പോസിഷൻ? ഐ ആം ഗുഡ് ആറ്റ് ഇംഗ്ലീഷ്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ കൊലക്കേഷൻസ് എന്ന് പറയും, ഇത് നമുക്ക് വായിച്ചും കേട്ടൊക്കെ
നമുക്ക് പരിചയം വരുള്ളൂ. നമ്മളല്ലാണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ആറ്റോ ഇന്നോ വരിക എന്ന് വെച്ചാൽ കുറച്ച് റൂൾസ് ഉണ്ട്, ബാക്കിയൊക്കെ കൊലൊക്കേഷൻസാണ്. നമ്മളിങ്ങനെ പരിചയം വന്ന് അത് മനസ്സിലാക്കണം. ഇപ്പോൾ ഗുഡ് അറ്റ്, ഇൻട്രസ്റ്റഡ് ഇൻ, ഇയാളോട് കല്യാണം കഴിച്ചതാണ് ഇവരെന്ന് പറയാൻ വേണ്ടി ഹീസ് മാരീഡ് ടു ഹെർ. അല്ലെങ്കിൽ അയാൾ അവളുടെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറയുകയാണെങ്കിൽ ഹീസ് ഡിപ്പെൻഡൻറ്റ് ഓൺ. ടു ഡിപ്പെൻഡ്, അല്ലെങ്കിൽ നമ്മളൊരാളെ ആശ്രയിക്കണം എന്ന് പറയണമെങ്കിൽ ഡിപ്പെൻഡ് ഓൺ സമ്മൺ. അപ്പോൾ ഇങ്ങനത്തെ പ്രപ്പോസിഷൻസ് നമ്മൾ കുറേ വായിച്ചും കേട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ തന്നെ നിങ്ങൾ കുറേ ഇതൊക്കെ പഠിക്കും. നിങ്ങൾക്ക് ഗ്രാമർ ഒട്ടും അറിയില്ലെങ്കിൽ 16 വീഡിയോയുടെ ഒരു ബേസിക് കാര്യങ്ങൾ കവർ ചെയ്യുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അത് കണ്ടു തീർക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റിയ കുറേ ഡിഫറെൻറ്റ് സീരീസ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ ഒരെണ്ണമാണ് ഒരു 10 വീഡിയോസിൽ നമ്മൾ കോൺവെർസേഷൻസിലൂടെ ഇംഗ്ലീഷ് പഠിക്കുന്നത്. അതൊക്കെ കണ്ട് കുറേ പ്രാക്ടീസ് ചെയ്താൽ ഇംഗ്ലീഷ് വളരെ മെച്ചാക്കാൻ പറ്റും കേട്ടോ, വിഷമിക്കേണ്ട കാര്യമില്ല. ഈ വീഡിയോയിൽ ഞാൻ മിസ്റ്റേക്സ് എടുത്ത് പറയുകയാണ്. അടുത്ത മിസ്റ്റേക്ക് കൗണ്ടബിളും അൺകൗണ്ടബിൾ നൗൺസ് നമ്മൾ കൺഫ്യൂഷനാണ്. എനിക്ക് കുറേ ലഗേജുകൾ ഉണ്ട് എന്ന് പറയാറുണ്ട് ആൾക്കാർ. ഐ ഹാവ് മെനി ലഗേജസ്. അത് പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഇംഗ്ലീഷിൽ ലഗേജസ് എന്നൊരു വാക്കില്ല, ലഗേജ് എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ബാഗുകളും കൂടി ചേർന്നിട്ടുള്ളൊരു വേർഡാണ് ലഗേജ്. അപ്പോൾ ലഗേജസ് എന്ന് പറയരുത്. അപ്പോൾ എങ്ങനെ പറയാ? ഐ ഹാവ് മെനി ഇത് ഉപയോഗിക്കരുത്. ഐ ഹാവ് എ ലോട്ട് ഓഫ് ലഗേജ്, എ ലോട്ട് ഓഫ്, അങ്ങനെ ഉപയോഗിക്കാം. ഓക്കെ. അതുപോലെ തന്നെയാണ് പല വാക്കുകളുണ്ട്. അഡ്വൈസ്, ഉപദേശങ്ങൾ നൽകി എന്ന് പറയില്ലേ, പക്ഷേ ഇംഗ്ലീഷിൽ ഉപദേശമേ ഉള്ളൂ. ഇൻഫർമേഷൻസ് എന്ന് പറയില്ല, ഇൻഫർമേഷനേ ഉള്ളൂ. ഫേർണിച്ചേഴ്സ് എന്ന് പറയില്ല, ഫേർണിച്ചറേ ഉള്ളൂ. അതുപോലെ എക്വിപ്മെൻറ്റ്, അതും അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ അങ്ങനെ അൺകൗണ്ടബിൾ നൗൺസിന് നമ്മൾ എസ് ചേർത്ത് പ്ലൂറലാക്കാൻ പറ്റില്ല, സിംഗുലറായിട്ട് വേണം നമ്മളത് കൺസിഡർ ചെയ്യാൻ. ലഗേജ്, അങ്ങനെ ഫേർണിച്ചർ, അഡ്വൈസ്. ഓക്കെ. എ പീസ് ഓഫ് അഡ്വൈസ് എന്ന് പറയാം. ഹി ഗേവ് മീ എ പീസ് ഓഫ് അഡ്വൈസ്. അതുപോലെ ദർ വാസ് സോ മച്ച് ഇൻഫർമേഷൻ ടു പ്രോസസ് എന്നൊക്കെ പറയാം. അല്ലാണ്ട് ഐ ഹാവ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ്, ഐ ഹാവ് മെനി ഇൻഫർമേഷൻസ് എന്നൊന്നും പറയരുത്. അതുപോലെ മെനിയും മച്ചും തെറ്റിക്കുന്നതാണ് അടുത്ത മിസ്റ്റേക്ക്. എനിക്കധികം ഫ്രണ്ട്സൊന്നുമില്ല, ഐ ഡോണ്ട് ഹാവ് മച്ച് ഫ്രണ്ട്സ് എന്ന് പറയാറുണ്ട്. ഫ്രണ്ട്സ് കൗണ്ടബിൾ ആണ്. അപ്പോൾ കൗണ്ടബിൾ ആയിട്ടുള്ളത് എണ്ണാൻ പറ്റുന്നതാകുമ്പോൾ മെനിയാണ് യൂസ് ചെയ്യുക. ഐ ഡോണ്ട് ഹാവ് മെനി ഫ്രണ്ട്സ്. വേറെ എന്തൊക്കെ കൗണ്ടബിൾ ഉള്ളത് ഫ്രണ്ട്സിനെ പോലെ? ബുക്സ്, പിന്നെ ടേബിൾസ്, ചെയർസ്, അതൊക്കെ കൗണ്ടബിൾ ആണ്. അപ്പോൾ മെനി എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. അൺകൗണ്ടബിൾ ആകുമ്പോഴാണ് നമ്മൾ മച്ച് ഉപയോഗിക്കുക. അൺകൗണ്ടബിൾ എന്തൊക്കെയാണ്? എണ്ണാൻ പറ്റാത്ത വാട്ടർ, മണി എണ്ണാൻ പറ്റില്ല. റുപ്പീസ് എണ്ണാൻ പറ്റും, മണി എണ്ണാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ മച്ച് വാട്ടർ, മച്ച് മണി അതൊക്കെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ലോട്ട് ഓഫ് മണി, ലോട്ട് ഓഫ് വാട്ടർ എന്നൊക്കെ ഉപയോഗിക്കാം. അടുത്ത മിസ്റ്റേക്ക്, നമ്മൾ ഐയുടെ സ്ഥാനത്ത് മീ ഉപയോഗിക്കുന്ന. ഞാനും എൻ്റെ അനിയനും മോളിൽ പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് മീ ആൻഡ് മൈ ബ്രദർ വെൻ ടു ദ മോൾ എന്ന് കേൾക്കാറുണ്ട്. മൈ ബ്രദർ ആൻഡ് ഐ രണ്ടാമതേ പറയാൻ പാടുള്ളൂ. ഐ ആൻഡ് മൈ ബ്രദർ അല്ല, മൈ ബ്രദർ ആൻഡ് ഐ വെൻ ടു ദ മാർക്കറ്റ്. ഇപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി എന്ന് പറയുകയാണെങ്കിൽ ഐ വെൻ ടു ദ മാർക്കറ്റിലേ പറയാം, അല്ലാതെ മീ വെൻ ടു ദ മാർക്കറ്റാണോ പറയാമല്ലോ. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ആരുണ്ടെങ്കിലും അവരുടെയൊക്കെ പേര് വയ്ക്കുക, പിന്നെ ആൻഡ് ഐ, മീ അല്ല കേട്ടോ. അടുത്ത ലാസ്റ്റ് മിസ്റ്റേക്ക് ഡബിൾ നെഗറ്റീവ്സാണ്. എനിക്കൊന്നും അറിയില്ല, എങ്ങനെ പറയും? ഒന്നെന്ന് പറയാൻ നത്തിങ് എന്നുള്ള വാക്കുകളുണ്ട്. ഐ ഡോണ്ട് നോ നത്തിങ് എന്ന് പറയാറുണ്ട്. ഇത് നമ്മൾ പാട്ടുകളിലൊക്കെ ചിലപ്പോൾ കേൾക്കാറുണ്ട്. ചില അമേരിക്കൻസ് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ നാച്ചുറലി നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ ഒന്നും നമ്മളിങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. ഓരോ പ്രൊഫഷണൽ കാര്യത്തിനൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുമ്പം ഇങ്ങനെ പറയരുത്. എന്താ പറയുക? എനിക്കൊന്നും അറിയില്ല, ഐ ഡോണ്ട് നോ എനിത്തിങ്. മനസ്സിലായോ? ഒന്നില്ലെങ്കിൽ ഐ നോ നത്തിങ് എന്ന് പറയാം. ഐ ഡോണ്ട് നോ, ഇല്ല എന്ന് പറഞ്ഞാൽ ആ ഇല്ല എന്നുള്ള വാക്ക് ഡോണ്ടിലുള്ളതുകൊണ്ട് പിന്നെ എനിത്തിങ് ഉപയോഗിക്കണ്ടേ. ഐ ഡോണ്ട് നോ എനിത്തിങ്. ഓക്കെ. ഐ നോ നത്തിങ് അങ്ങനെ കോമൺ ആയിട്ട് ഉപയോഗിക്കാറില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു ക്വിസ് തരട്ടെ. 5 സെൻറ്റൻസസ് തരാം, അതിലെ മിസ്റ്റേക്ക് സ്പോട്ട് ചെയ്യുക, എന്നിട്ട് ഫിക്സ് ചെയ്യാം. ആദ്യത്തത്, എല്ലാത്തിൻ്റെയും ഉത്തരങ്ങൾ കോമൻറ്റിൽ എഴുതുക കേട്ടോ. എന്താണ് കറക്റ്റ് സെൻറ്റൻസ് എന്ന് കോമൻറ്റ് എഴുതിയാൽ മതി. ഈ ആദ്യത്തെ സെൻറ്റൻസ് ഇതൊക്കെ തെറ്റാട്ടോ. ഹി ഡോണ്ട് ലൈക്ക് കോഫി. രണ്ടാമത്തത്, ഡിഡ് ഷീ വെൻറ്റ് ഹോം. മൂന്നാമത്തത്, ഷീ ഈസ് നോയിങ് ദി ആൻസർ. നാലാമത്തത്, ഐ ഹാവ് മച്ച് ബുക്സ്. അഞ്ചാമത്തത്, ദിസ് ഡ്രസ് ഇസ് മോർ ബ്യൂട്ടിഫുള്ളർ. അപ്പോൾ ഉത്തരങ്ങൾ കോമൻറ്റിൽ എഴുതൂ കേട്ടോ. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5ൻ്റെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, സിമ്പിളാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കണം. എന്തൊക്കെ ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് താല്പര്യം, ആ കാര്യങ്ങളും അറിയിക്കണം. ഇംഗ്ലീഷിൻ്റെ കോഴ്സ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു 90 ദിവസമുള്ള 3 മാസത്തെ കോഴ്സ് എടുക്കുന്നുണ്ട്. വളരെ ഇംഗ്ലീഷ് ആത്മാർത്ഥമായി പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഒരു കോഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും വേറെ അവിടെ ഇവിടെ നോക്കാണ്ട് ഒറ്റ കോഴ്സ് എടുക്കാം.
ആത്മാർത്ഥമായിട്ട് നിങ്ങളും പഠിക്കണം. എന്ന് വെച്ചാൽ 15 മിനിറ്റ് എല്ലാ ദിവസവും ഈ കോഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. അങ്ങനെ പറ്റുമെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോളൂ. ഞാൻ കൂടെ ഉണ്ടാവും. ലൈവ് ക്ലാസ് അല്ല, എൻ്റെ കോഴ്സ് വെബ്സൈറ്റിലൂടെയാണ് കോഴ്സ് കിട്ടുക. കോഴ്സ് എടുത്ത് സംശയങ്ങളൊക്കെ അതിൽ തന്നെ ചോദിക്കാം. ഞാൻ തന്നെയാണ് ഉത്തരം പറഞ്ഞുതരിക. ഞാൻ തന്നെയാണ് കോഴ്സ് എടുക്കുന്നത് കേട്ടോ, വേറെ ആരുമില്ല. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കൊരു 90 ഡേയ്സിൽ കോഴ്സ് തീർത്ത് പിന്നെ അടുത്തൊരു 90 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 60 ഡേയ്സ് നമുക്ക് കുറച്ചുകൂടി പ്രാക്ടീസും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വേറെ പല കാര്യങ്ങളുണ്ട്, അതിന് തരാം. അതൊക്കെ ഞാൻ തന്നെ ചെയ്യിപ്പിക്കും നിങ്ങളെ കൊണ്ട്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക, അത്രയും മതി. താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക. ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഇമെയിൽ അയയ്ക്കുക, easyenglishwithvini@gmail.com. ഇനി നിങ്ങൾക്ക് ഒരു വാട്സപ്പ് കോഴ്സാണ് വേണ്ടത്, ഒരു 30 ഡേ വാട്സപ്പ് കോഴ്സ് എടുക്കേണ്ടത്, അതാണ് വേണ്ടതെങ്കിൽ അതിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിച്ചു തരുന്നത്. ഗ്രാമർ എടുക്കുന്നില്ല, അതാണ് താല്പര്യമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.